കേസ് അങ്ങനെ സഹൽ അബ്ദുൽ സമദ് ഏഷ്യൻ കപ്പിൽ കളിക്കില്ല എന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം. ചിലരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇന്നലെയാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലേറ്റായി പോയെന്നേ ഉള്ളൂ. ഒരു സ്പോർട്സിൻ്റെ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അവർ അത്യാവശ്യം റിലയബിളാണ്. കാരണം ഈ കുറച്ച് മാച്ചുമായിട്ടൊക്കെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാലോ സഹലിനൊരു ഇഞ്ചുറി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദ് ജാഹു എന്ന ഒഡീഷ്യൻ എഫ്.സിയുടെ താരത്തിൻ്റെ ഒരു ഫൗളിൽ നിന്നാണ്. ഒരു ഹാർഡായിട്ടുള്ള ഫൗളായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നൊരു മാച്ച് ബെഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന് നോക്ക് പറ്റി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ AFC ഏഷ്യൻ കപ്പിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സമയത്ത് ഒരു പ്രതീക്ഷയായിരുന്നു. ആദ്യത്തെ മത്സരത്തിൽ കളിച്ചില്ലെങ്കിലും പിന്നീട് അദ്ദേഹം കളിക്കും എന്നുള്ള തരത്തിലേക്ക്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത അനുസരിച്ച് അദ്ദേഹം പറഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിൽ 3 മാച്ചസും കളിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്താ പറയുക, വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു താരമായിരുന്നു സഹൽ അബ്ദുൽ സമദ് എന്നുള്ളത്. എനിവേ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പകരക്കാരനെ വേണം എന്നുള്ളതാണ്. ആ ഒരു പൊസിഷനിൽ സഹലിന് കളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നാഷണൽ ടീമിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്രിയേറ്റ് ചെയ്തുള്ള പ്ലെയർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം സഹലും റാൻഡനും മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ആ പൊസിഷൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാഷണൽ ടീമിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ പിന്നെ റെയ്നിയർ ഫെർണാണ്ടസിനെ ഉൾപ്പെടുത്തുന്നത്. അദ്ദേഹം ആ ഒരു പ്രോഗ്രസ് ചെയ്യുന്ന ടൈപ്പ് ഒരു മിഡ്ഫീൽഡറാണ്. അല്ലെങ്കിൽ യാസർ എനിക്കറിയത്തില്ല അദ്ദേഹം ഫിറ്റാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ ISL-ലാണെങ്കിൽ ഈ സീസണിൽ നന്നായിട്ട് ആ ഒരു നമ്പർ 10 റോളിലൊക്കെ കളിക്കുന്ന ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഇസാക്ക് റാൾട്ടെ ആണെങ്കിലും അല്ലെങ്കിൽ പാൽഗുനി എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിൻ്റെ താരമാണെങ്കിലും ഒക്കെ ആ ഒരു ലെവൽ പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ അവരെ എടുക്കുമെന്ന് അറിയത്തില്ല. എനിവേ, ആരെങ്കിലും ഒരാളെ ആ ഒരു പൊസിഷനിൽ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ആകപ്പാട് ബ്രാൻഡൻ മാത്രമാണ് ആ നമ്പർ 10 റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്ന നിലയിലുള്ളത് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള സിറിയക്കെതിരെ കളിക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ്. അവിടെ ഒരു പ്ലെയർ മാത്രമായിട്ടിരിക്കുക എന്നുള്ളതൊരു കാര്യമാണ്. ആ ഒരു ആർട്ടിക്കിളിൽ തന്നെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. രാഹുൽ KP ഒരു പക്ഷേ ആ റോളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അനിരുദ്ധ് താപ്പ ആ ഒരു റോളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഓസ്ട്രേലിയ പോലുള്ള ടീമിനൊക്കെ എതിരെ കളിക്കുമ്പോൾ അനിരുദ്ധ് താപ്പ അവിടെ ഒരു റോൾ കളിപ്പിച്ചേക്കാം നമ്പർ 10 റോളിൽ. അദ്ദേഹം ബേസിക്കലി ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണെങ്കിലും, കാരണം ഒരു മിഡ് ബ്ലോക്ക് ഒക്കെ ഇട്ട് കളിക്കുന്നതാണ് പ്ലാനെങ്കിൽ ഒരു ഡിഫെൻസീവ്ലി ഒരു കോൺട്രിബ്യൂട്ടുള്ള വർക്ക് റേറ്റ് കൊടുക്കുന്ന ഒരു പ്ലെയറാണ് അനിരുദ്ധ് താപ്പ. അല്ലെങ്കിൽ മൻവീർ സിംഗിനെ ആ ഒരു പൊസിഷനിലിട്ട് ഒരു 2 സ്ട്രൈക്കർ സിസ്റ്റത്തിൽ കളിപ്പിക്കാം. അപ്പം മൻവീറിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വർക്ക് റേറ്റ് ഉണ്ട്, ഡിഫെൻസീവ്ലി എബിലിറ്റി ഉണ്ട്, ആ ഒരു ഇതിൽ കളിപ്പിക്കാം. അപ്പം ഇതായിരിക്കും നല്ല ചോയ്സസ്. പക്ഷെ ബ്രാൻഡൻ വരുമ്പം നമുക്കറിയാം അദ്ദേഹം ക്രിയേറ്റീവാണ്. ഈ സീസൺ നല്ലതായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസസ് നല്ലതാണ്. ആ ഒരു ഗോൾ അടിക്കാനുള്ള കേബിലിറ്റി ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ മാച്ച്, ഹൈ ഇൻറ്റൻസിറ്റി മാച്ചൊക്കെ വരുന്ന സമയത്ത് സ്പീഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീഡൊക്കെ പഴയ പോലെ അല്ല, കുറഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ഉറപ്പായിട്ടും സഹലിന് ഈ ഒരു കാര്യം സംഭവിച്ചത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അതിലും മേജർ 3 പ്ലേയേഴ്സാണ്, 3 അല്ല 4 പ്ലേയേഴ്സ്. ഇപ്പോൾ ആഷിഖ് കുർണിയൻ കളിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ അൻവർ അലി ജീക്സൺ കളിക്കുന്നില്ല. ഇപ്പം സഹലിൻ്റെ കാര്യത്തിലൂടെ വന്നപ്പോഴത്തേക്കും നമുക്കെന്താ പറയുക, വളരെ വലിയൊരു നഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കും. ഇനി ആർക്കും അങ്ങനെ ഇഞ്ചുറി പറ്റാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഈ താരങ്ങളൊക്കെ ഏതായാലും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും തിരിച്ചെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സഹലിൻ്റെ ഇത് പറയുന്ന സമയത്ത് ഇപ്പോൾ സഹൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ പോലെയൊക്കെയുള്ള ടീമാണെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ ടീമാണെങ്കിലും ഹൈ ഇൻറ്റൻസിറ്റി പ്രസ്സിംഗ് ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹം ഒന്ന് ഡ്രിബിൾ ചെയ്ത് 2-3 പ്ലേയേഴ്സിനെയൊക്കെ ഇത് ചെയ്തിട്ട് അവിടെ സ്പേസ് ഉണ്ടാക്കുന്ന ഒരു കളിയുണ്ടല്ലോ. അപ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് മിഡ്ഫീൽഡിൽ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സഹൽ കളിച്ചില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം മേജർ മിസ് തന്നെ അല്ലാതെ ഒന്നും പറയാനില്ല. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് കാണിക്കുന്നതാണ്.